അച്ഛനെ കാണാനാന്ന് പറഞ്ഞ് ഇനി മേലെ ഇങ്ങോട്ട് കയറി വന്നേക്കരുത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാനുണ്ട്. നിനക്ക് ഇവിടെ ഒരു അവകാശമില്ല, മനസ്സിലായല്ലോ? യഥാർത്ഥ മകൻ ഞാനാ, നീ ദത്തുപുത്രനാ, മനസ്സിലായല്ലോ? ഇറങ്ങിപ്പോ. അച്ഛൻ പറയട്ടെ, ഞാനിവിടെ നിൽക്കണുണ്ടായത്. അച്ഛൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഇവിടുത്തെ കാര്യം തീരുമാനിക്കുന്ന ഞാനാ, മനസ്സിലായല്ലോ? ഇറങ്ങിപ്പോയിക്കോ, അതാ നിനക്ക് നല്ലത്. അച്ഛാ, അച്ഛാ, അച്ഛനെന്താ ഇവിടെ? അച്ഛന്റെ കോലമൊക്കെ മാറി ആകെ വല്ലതായല്ലോ. എന്താ പറ്റി? എന്തു പറയാനാ മോനെ, നിന്നെ ചോട്ടി പുറത്താക്കിയ പോലെ അവളും അവനും കൂടെ എന്നെ ചോട്ടി പുറത്താക്കി. ഇപ്പം ഞാൻ തെരുവില്ല. ഇതുപോലെ അമ്പലത്തിനൊക്കെയോ ബസ് സ്റ്റാൻഡിലോ കിടന്നുറങ്ങും. ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ കഴിക്കും, അല്ലേ അതുമില്ല പോലെ. അല്ലച്ചാ, അച്ഛന്റെ പേരിലെ വീടും പറമ്പും, പിന്നെ അച്ഛൻ എന്തിനാ ഇറങ്ങിപ്പോന്നേ? അവരല്ലേ ഇറങ്ങിപ്പോണ്ടത്? മോനെ, നീ പോയി കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞപ്പം അവരെല്ലാം എൻ്റെ എഴുതി മേടിച്ചു മോനെ. അതെങ്ങനെ? അവർക്കാണോ ഇതൊന്നും പറ്റാത്തത്? അച്ഛാ, എന്താണോ മോനെ? ഒരു ബിസിനസ് ലോൺ എടുക്കുന്നുണ്ട്. അച്ഛൻ്റെ 1-2 ഒപ്പ് വേണം. അതിന് എന്തിനാടാ എൻ്റെ ഒപ്പ്? പ്രോപ്പർട്ടി അല്ല അച്ഛൻ്റെ പേരിലല്ലേ, ഗ്യാരണ്ടർ അച്ഛനെ 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 നോക്കിട്ട്. എടാ മോനെ, ഇവിടെ നിന്നേ. ചേട്ടൊരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ കുറച്ച് പേര് വന്നിട്ട് വീടും പറമ്പൊക്കെ നോക്കുന്നുണ്ട്. എന്താ മോനെ കാര്യം? അച്ഛാ, പ്രോപ്പർട്ടി കച്ചവടമായത് ഞാനറിയാതോ? അതുകൊണ്ട് അന്ന് പിടിച്ച നമ്മൾ എല്ലാം ചെയ്തതല്ലേ. നീനെ ചതിക്കരുതല്ലടാ. അച്ഛാ, അച്ഛൻ കൂടുതൽ ബഹളം വെക്കണ്ട. പ്രോപ്പർട്ടി ഓൾറെഡി സെയിലായി. ഞങ്ങൾ അടുത്ത ആഴ്ച ദുബൈക്ക് പോവുകയാണ്. ആ സമയത്ത് തന്നെ ഇവിടെ താമസക്കാരും വരും. അച്ഛന് താമസിക്കാൻ വേറെ സ്ഥലം നോക്കും, അതായിരിക്കും നല്ലത്. അച്ഛാ, എനിക്ക് 2 വയസ്സുള്ളപ്പോഴാണ് അച്ഛനെ അനാഥാലയത്തിൽ നിന്ന് കൊണ്ടുവന്നത്. അന്ന് മുതൽ എനിക്ക് പുതിയ അച്ഛനെ അമ്മയും കിട്ടി. അത് കഴിഞ്ഞ് അച്ഛന് കുട്ടികളുണ്ടായി. അവരെൻ്റെ സ്വന്തം അനിയന്മാരെ പോലെ ഞാൻ കണ്ടത്. അവർ വളർന്ന് വലുതായപ്പോഴത്തേക്ക് അവിടെ വേർതിരിവ് ഉണ്ടായി. അതിനമ്മ കൂട്ടു നിന്ന്. എന്തായാലും ഇനി അച്ഛൻ അമ്പലപ്പറമ്പിലും ബസ് സ്റ്റാൻഡിലും ഒന്നും കിടക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ചെറിയ വീടും ഒരു കുടുംബമുണ്ട്. അച്ഛൻ അവിടെ കഴിയാം. മോനെ, ഞാൻ എങ്ങോട്ടും വരുന്നില്ല മോനെ. ഇനി ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി ഈ അച്ഛൻ ഇനി എങ്ങോട്ടും വരുന്നില്ല. അച്ഛാ, അച്ഛൻ അവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. അവിടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞാനാണ്. പണ്ട് എനിക്ക് 2 വയസ്സുള്ളപ്പം അച്ഛൻ എന്നോട് ചോദിച്ചിട്ടില്ല കൊണ്ടുപോയത്. ചോദിച്ചാൽ അവിടെ പറയാനുള്ള ബുദ്ധി എനിക്കില്ലായിരുന്നു. ഇപ്പം അതുകൊണ്ട് അച്ഛനോടും ഞാൻ അനുവാദമൊന്നും ചോദിക്കുന്നില്ല. അച്ഛൻ എന്നോട് അങ്ങ് വന്നേച്ചാൽ മതി. വന്നേ, വാ വാ.